ഇനി നമ്മൾ റെഡിയാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു ലെൻസ് വരുന്ന ഹാലജനാണ്. അപ്പോൾ ഈ ഒരു ലെൻസിൻ്റെ കുഴപ്പം കംപ്ലൈൻ്റ് ഒന്നും ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മളിപ്പം ഇവിടെ കണക്ഷൻ കാര്യങ്ങളും കൊടുക്കാൻ പോവാം. ഉണ്ടാ ഇതാണ് ഗൈസ് പ്രോബ്ലം. ഇതാണ് ഈ ഒരു പ്രശ്നമാണ്. ബ്ലിങ്ക് ചെയ്താണ് നിൽക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. അതാണ് ഈ വരുന്ന പ്രശ്നം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാലജന് മാറ്റിയിട്ട് ഇതിപ്പോൾ 50 വാട്ട്സിൻ്റെ ഒരു ഹാലജനാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു 100 വാട്ട്സ് ഹാലജൻ ആക്കാൻ പോവാണ്. ഇതിന് ഞാൻ കൂടുതലൊന്നും വൈകുന്നില്ല, നേരെ നമുക്ക് വിട്ടിട്ടാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റണം. അപ്പോൾ ഞാൻ ഇളക്കി വെച്ചിരുന്നില്ല. അപ്പം ഇത് ഞാൻ മാറ്റി. ഇനി നമുക്ക് ഇളക്കി മാറ്റണമെന്ന് വെച്ചാൽ ഈ പാനൽ ഞാൻ ഇന്നലെ ചെയ്തായിരുന്നത്. അപ്പോൾ ഈ ലൈറ്റിന് കംപ്ലൈൻ്റ് ഇല്ല, ഇതിന് പവർ സപ്ലൈ ആണ് പോയത്. അപ്പോൾ ഇതിനകത്ത് ഇളക്കി മാറ്റണം. അവിടെ കഴിച്ച് ഞാൻ പേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇന്നലെ ഇട്ടിട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ഈ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ രണ്ടാമത് വെച്ച പവർ സപ്ലൈ ആയിരുന്നു, കംപ്ലൈൻ്റ് ആയിരുന്നു. നമുക്കിത് രണ്ടും സോൾഡർ ചെയ്ത് ഇളക്കണം. ഞാൻ സോൾഡറിങ് യൂസ് ചെയ്തിട്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആ ചിപ്പ് LED നമുക്ക് ഇളകി കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടണം. അതിനായിട്ട് നമ്മൾ ഈ പവർ സപ്ലൈ ഇവിടെ നിന്ന് ഇളക്കി മാറ്റണം. ഇത് ഇളക്കാനായി കുറച്ച് പാടുപെട്ട് കഴിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇളക്കാൻ നേരത്ത് ഇവിടെ ഗ്രൈൻഡർ മെഷീൻ വെച്ച് ഈ സ്ക്രൂ ഗ്രൈൻഡർ മെഷീൻ ഉണ്ട്, നമ്മളെ ഹാർഡ് സോളിഡ് ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്താണ് എടുത്ത് കളഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഈ സ്ക്രൂ ഹാർഡ് സോളിഡിന് ഒരച്ചൊരച്ച് ആണ് കഴിച്ച് ഒരുപാട് പാടുപെട്ടാണ് ഇത് ഇളക്കിയത്. കാര്യം വെള്ളമൊക്കെ കയറി അകത്ത് ഇതൊന്ന് നശിച്ചു വരിയിരുന്ന ഒറ്റ ലെൻസിൻ്റെ ആലോചനയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു ആലോചന ഈ ലെൻസിൻ്റെ കാര്യം. ഇതേ കണക്കാണ് എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നത്. ലെൻസാണ് കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഇനി ആരും ബുദ്ധിമുട്ടണ്ട. ലെൻസ് കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് ഇതേ കണക്ക് തന്നെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാം. ഞാൻ പഴശയും കാര്യങ്ങളെല്ലാം ഒഴിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. ഇങ്ങനൊരു വള്ളിയാവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വെക്കാം. അപ്പുറം കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ മെയിൻ PCB ഇവിടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഇത് വീട്ടേണ്ടത്. അപ്പം നമുക്കിപ്പോൾ ഇതിനകത്ത് എത്രയും കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ള അളവ് ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പം ഇതിനകത്ത് ഒരുപാട് നമുക്ക് കട്ട് ചെയ്ത് തരണം. അതിൽ നമുക്കിത് 100 ആക്കാനുള്ള വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ 100 വാട്ട്സ് ഹാലജൻ്റെ ബോർഡാണിത്. ഇത് വരുന്നത് 100 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എടുക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം ഇത്രയും ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് വളച്ച് വെച്ച് നോക്കാം. എന്നിട്ട് സൂട്ടായില്ലെങ്കിൽ മാത്രം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഗൈസ്. അത് മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഈ പേസ്റ്റ് നമുക്കിതിനകത്ത് വേണ്ട. കാര്യം ഈ നമ്മൾ പുതിയ പേസ്റ്റ് തന്നെ ഇടുക. ഇത് വർഷങ്ങൾ കഴിഞ്ഞ പേസ്റ്റാണ്. അതുകൊണ്ട് കട്ടിയുണ്ട്, നല്ല കട്ടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ LED പൊങ്ങിയിരുന്നാൽ ചിലപ്പം സീറ്റ് എല്ലായിടത്തും പിടിക്കാതെ ചിലപ്പോൾ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പേസ്റ്റ് മൊത്തം ഒരു ടിന്നർ ഒഴിച്ചിട്ട് ഇളകി കളയുകയാണ് ചെയ്യുന്നത്. ഗൈസ് നമ്മളത് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കണം. കാര്യം വെള്ളം വരുന്ന പണി കിട്ടും. അന്നേരത്തേക്ക് നമുക്കിത് ഉണക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിപ്പം സെറ്റാക്കണം. പിന്നെ നമ്മൾ കറക്റ്റാക്കി വെച്ചാൽ മാത്രം അന്നേരത്തേക്ക് ഇത് ഉണങ്ങും. ആ സമയത്തേക്ക് നമുക്ക് ഇത് ഇത്ര സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്യുന്ന കണക്ക് 100 വാട്ട്സ് ഹാലജനാക്കാൻ ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് ആ ഒരു ചിപ്പ് തന്നെ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഡിസ്പ്ലേ കാണിച്ചേക്കാം. ഈ ടൈപ്പിൻ്റെ തന്നെ ചിപ്പ് ഫേസ് ന്യൂട്രൽ തന്നെ കണക്ട് ചെയ്യുന്നത് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഡിസ്പ്ലേ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഗൈസ്, ഇതാണ് നമ്മളെ ഈ ഫേസ് ന്യൂട്രൽ മാത്രം കണക്ട് ചെയ്യുന്നതാണ്. താഴെ കാണുന്നിടത്ത് ഫേസ് ന്യൂട്രൽ കണക്ട് ചെയ്യുക.
എന്നിട്ട് ഇതങ്ങ് എടുത്ത് ഒട്ടിച്ചാൽ മാത്രം മതി. നമുക്കിത് നല്ല വെട്ടം വേണം, കാര്യം അതിനു വേണ്ടിയാണ് ഇത് ഈ ലെൻസും വെട്ടമുണ്ട്, വെട്ടമില്ലെന്ന് പറഞ്ഞാൽ വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതിലും വെട്ടം വേണം, അതുകൊണ്ടാണ് ഞാനിത് 100 ആക്കാൻ പോകുന്നത്. ഗൈസ്, കട്ട് ചെയ്യുമ്പോൾ ഈ 4 മൂല കോണ് മാത്രമേ കട്ട് ചെയ്യാവൂ, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷൂട്ടിങ് കിട്ടത്തുള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്കത് ഓക്കെ ആയി കിട്ടി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുന്ന നേരിട്ട് നടക്കാം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് കരുതുന്നത്. ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങണം. അപ്പോൾ ഉണങ്ങുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് സെറ്റ് ചെയ്യുക ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ കഴിവ് വൃത്തിയാക്കി വെച്ചായിരുന്നു. ഇപ്പോൾ നമ്മളെ സാധനം വൃത്തിയായി. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്കിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം ഇളക്കി മാറ്റി. നമുക്കിവിടെ ഇത് ബോൾട്ട് അടിക്കാൻ പറ്റിയില്ല. ഈ ബോൾട്ടായിരുന്നു നമ്മൾ അടിക്കാമെന്ന് വെച്ചിരുന്നത്. അപ്പോൾ ഇത് പറ്റിയില്ല, ഇവിടെ ഹോള് വീണു പോയി ഇതിനകത്ത്. അപ്പോൾ കാണിച്ചു തരാം. വെറും അളുങ്കാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഹോള് വീണ്. നമ്മളിപ്പോൾ അളവും കാര്യങ്ങളെല്ലാം വരച്ചിട്ടേക്കുവാണ്. ഇനി ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ ബാക്കിൽ വരുന്ന ഇതായിരുന്നു, ഇവിടെ ഇങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഊരി മാറ്റിയതാണ്. ഇനി നമുക്കിവിടെ ബോൾട്ട് ഇതിനകത്തെ ബോൾട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. സ്ക്രൂ ഇട്ട് മുറുക്കുവാണ്. അതിൽ ഇതിനകത്ത് വാഷർ ഉപയോഗിച്ചിട്ട് നമ്മളെ ബോർഡ് അവിടെ സെറ്റാക്കി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ആദ്യം ചെയ്യാനുള്ളതെന്ന് ചെയ്യാം, ഇത് 4 ഹോള് നമുക്കിപ്പോൾ അടിക്കണം. 4 ഹോൾ അടിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ 4 ഹോൾ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. എന്താ കാണാൻ കഴിയും, 4 ഹോൾ അടിച്ച്. പിന്നെ അകത്ത ഹോളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ ചെയ്തവന്മാരടിച്ചിട്ട പണിയാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യേണ്ട ഒരു ഹോൾ മാത്രം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയ കാര്യം, അവിടെ നമുക്ക് ത്രെഡും കൂടെ വരുന്നുണ്ടാകുന്നു. കറക്റ്റായിട്ട് അവിടെ നമുക്ക് ഹോൾ അടിച്ച് കിട്ടിയത്. അപ്പോൾ നമുക്കിതിനെ സെറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മളിത് ഒട്ടിക്കാനായിട്ട് നമ്മൾ പേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതാണ് ഞാൻ എല്ലാ വീഡിയോയും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പേസ്റ്റ് ഇട്ട് മാത്രമേ ഏത് ഹാലജനോ ഏത് ബൾബും കാര്യങ്ങളും ഒട്ടിക്കാനായിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്ത് മാത്രമേ ചെയ്യാവൂ. കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹീറ്റ് ആവുന്ന സാധനമായതുകൊണ്ട് ഈ ഹീറ്റ് ചിലപ്പോൾ അതിനകത്ത് തന്നെ തങ്ങി നിന്ന് ചിലപ്പോൾ അടിച്ചു പോകാനുള്ള സാധ്യത വരും. ചിലതിനകത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ പേസ്റ്റിനകത്ത് തന്നെ ഒട്ടിക്കാന്നുള്ളത്. ഈ പേസ്റ്റ് എന്തായാലും ഇതിനകത്ത് ഒട്ടിക്കണം. നമ്മൾ പേസ്റ്റ് അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ പേസ്റ്റ് ഇല്ലെങ്കിൽ പോലും പേസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഞാനത് പേസ്റ്റ് ഇടും. അപ്പോൾ പേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ നമ്മളെ പേസ്റ്റ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഹാലജൻ്റെ LED ഹാലജൻ്റെ ബോർഡ് നമ്മളതിനകത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഈ സ്ക്രൂ ചെറുതായിട്ടൊന്ന് പൊക്കുക. വാഷറിങ് കൊണ്ട് അകറ്റുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നനക്കി കൊടുക്കുക. കാര്യം നമ്മളെ പേസ്റ്റ് അവിടെ സെറ്റ് ആവാൻ വേണ്ടിയാണ് ആ പരിപാടി. ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളെ LED ഹാലജൻ്റെ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ 2 സ്ക്രൂ ഒന്ന് തൽക്കാലം ഒന്ന് മുറുക്കാം. എന്നിട്ട് ഇവിടെ ഒരു വാഷർ അടപ്പ് ഇടണം. ഗൈസ്, അടുത്ത നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ കോടുന്ന ഒരു ഞെട്ടാണ്. അപ്പോൾ അത് നമ്മൾ വലിയ ഞെട്ടാണ് ഇടുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളെ LED ഹാലജൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും നമ്മളെ ബോർഡും കാര്യങ്ങളാണ് സൂട്ടാക്കി പിടിപ്പിച്ച്. ഇനി നമുക്ക് ഗൈസ് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ വയറിനകത്ത് എടുക്കണം. അതിനായിട്ട് നമ്മൾ അടിഭാഗം കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്യണം.
അതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതും ഓക്കെ ആയി. ഇനി നമുക്ക് എൻ്റെ ബാക്കിൽ കൂടെ വയറും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ സ്ലീവ് ഒട്ടിച്ചില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. അപ്പോൾ ഈ വയർ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ സ്ലീവ് അങ്ങോട്ട് നമുക്കൊന്ന് മാറ്റാം. കറക്റ്റ് സപ്ലൈ ലൈനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാര്യം ഫേസിലും ന്യൂട്രലുമാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ്. നമുക്ക് ഈ 2 വയറും കട്ട് ചെയ്ത് കളയാം. ഗൈസ് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ 2 വയർ നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് സ്ലീവ് എടുക്കണം. ശകലം ചെമ്പ് മാത്രം എടുത്താൽ നമുക്കിവിടെ ഫേസും ന്യൂട്രൽ ഒട്ടിക്കാൻ വേണ്ടിയാണ്. ഗൈസ് അപ്പോൾ നമുക്ക് വയർ വലിച്ചു വരേണ്ട ഇങ്ങനെയാണ്. ഇപ്പോൾ കണക്ഷൻ നമ്മളിപ്പോൾ കൊടുക്കുവാണ്. ഫേസിലും ന്യൂട്രലും. അതിന് മുമ്പേ നമുക്കിതിനകത്ത് ലെഡ് അപ്ലൈ ചെയ്യണം. ലെഡ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലത് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെ കണക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഒട്ടിച്ച് ഇനി നമുക്ക് ഈ വയർ നല്ല ഹീറ്റ് ആവുന്നുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് ടേപ്പ് അടിച്ചിടാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഈ പേപ്പർ ടേപ്പ് തന്നെയാണ്. കാര്യം നമ്മൾ അലൂമിനിയം വന്ന് ഷോർട്ടായാലോ എന്ന് വെച്ചിട്ട്. ഗൈസ് ഇനി നമുക്ക് നമ്മളെ ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്യണം. പാനൽ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഹാലജൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ ഹാലജൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഗൈസ് നിങ്ങളിപ്പോൾ കാണാൻ പറ്റുമെന്ന് വേണ്ട ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജന് നല്ല വെട്ടമുണ്ട്. അങ്ങനെ ബ്ലിങ്കിങ് കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മളെ ക്യാമറയുടെ പ്രത്യേകതയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിക്കുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ക്യാമറയുടെ പ്രശ്നമാണ് അങ്ങനെ വരുന്നത്. ഒരു കുഴപ്പമില്ല, നമ്മൾ ഹാലജൻ നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100 വാട്ട്സ് ആണ്, അതുകൊണ്ട് നമുക്ക് നല്ല വെട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നത്. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. ബൈ.